മണി ആൻഡ് എക്കോണമി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് പറഞ്ഞാണ് നിർത്തിയത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ, ജനറൽ ലെവൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് എ കൊമോഡിറ്റി അല്ലേ. ഒരു സാധനത്തിൻ്റെ ഒന്നല്ല മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ ജനറൽ ലെവൽ ഇൻക്രീസ് ഇൻ പ്രൈസ് മുന്നത്തെ വർഷമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, അതാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം ഒരു രാജ്യത്തിനൊട്ടും നല്ലതല്ല. അപ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സാധാരണ ബാങ്കുകളാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ കണക്കില്ലാത്ത ആൾക്കാർക്ക് പൈസ എന്ത് ചെയ്യും, ലോണായിട്ട് കൊടുക്കും. കാരണം ബാങ്കിന് പൈസ ലോൺ കൊടുക്കുമ്പോഴാണ് ലാഭം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്കിലധികമായിട്ട് ലോൺ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ കാശ് വരും. അപ്പോൾ അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ മെയിൻ എല്ലാ കാരണവും ഇതെന്നല്ല പറയുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് എന്താണ്, അൺകൺട്രോൾഡ് ലെൻഡിങ് ഓഫ് ബാങ്കാണ്. ബാങ്കുകളുടെ ഒരുപാട് ലോൺ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് പൈസയുടെ സപ്ലൈ നമ്മുടെ മാർക്കറ്റിൽ കൂടും, അത് ഇൻഫ്ലേഷന് കാരണമാവും. അപ്പോൾ അത് നല്ലൊരു കാര്യമല്ല. അതിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ആര് കൺട്രോൾ ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യം നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇത് ഈസിയാണ്. അപ്പോൾ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു സാറേ ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലെ, മനസ്സിലാവുന്നില്ല എന്നൊക്കെ. എടാ ഇത് എക്കണോമിക്സ് ആണ്, കുറച്ച് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ പുറപ്പാണ്. ഓക്കെ, കാരണം ഇതിനകത്ത് നമ്മൾ ഇതൊരു സയൻസ് പോലെ പോവുമെങ്കിലും മനുഷ്യരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നൊരു സയൻസാണ് ഈ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ. പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം സിമ്പിൾ ടേംസിൽ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറഞ്ഞുതരാൻ ശ്രമിക്കാം. നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ല ശ്രദ്ധയോടെ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോക്കടാ, പൈസ കൺട്രോൾ ചെയ്യാനായിട്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണ് പൈസ കൺട്രോൾ ചെയ്യുന്നത്? ബാങ്കുകളുടെ സ്പെൻഡിങ്ങിൻ്റെ അളവ്, ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബാങ്കുകളുടെ ലോൺ കൊടുക്കലും RBI ആയിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അതായത് നമുക്ക് അറിയാവുന്നൊരു കാര്യം, ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും, ബാങ്കിലേക്ക് പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞിട്ടുള്ള പൈസ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ബാങ്ക് നമുക്ക് എന്ത് ചെയ്യും, പലിശ തരും. അടുത്ത മറ്റൊരു ആവശ്യക്കാരൻ ബാങ്കിനെ സമീപിക്കുമ്പോൾ ബാങ്ക് ആ ആൾക്ക് എന്ത് കൊടുക്കും, ലോൺ കൊടുക്കും. ആ ആൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പലിശ ബാങ്കിന് കൊടുക്കണം. ഇത് നമുക്കറിയാവുന്ന കാര്യം. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ പരിപാടി ബാങ്കും RBIയും തമ്മിൽ നടക്കുന്നുണ്ട്. അതായത് ബാങ്കിൻ്റെ കയ്യിലുള്ള അഡീഷണൽ പൈസ ബാങ്ക് എന്ത് ചെയ്യും, റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും. റിസർവ് ബാങ്ക് എന്ത് കൊടുക്കും, പലിശ കൊടുക്കും. തിരിച്ച് RBIയിൽ നിന്ന് ബാങ്കുകൾ എന്ത് ചെയ്യും, ലോൺ വാങ്ങാറുമുണ്ട്. ആ ലോണിൽ ബാങ്ക് എന്ത് ചെയ്യണം, പലിശ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ, ബാങ്ക് ഒരാൾക്ക് കൊടുക്കുന്ന ലോണും അക്സെപ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റും എന്ന് പറയുന്നത് RBI ബാങ്കിന് കൊടുക്കുന്ന ലോണും ഡെപ്പോസിറ്റും തമ്മിലും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ഈ ബന്ധം ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇത് നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരും. ബാങ്കുകളുടെ ലെൻഡിങ് കഴിവ് അല്ലെങ്കിൽ ബാങ്കുകൾ ലോൺ കൊടുക്കാനുള്ള കഴിവിനെ എങ്ങനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നത്? ഇതിനാണ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. എന്തുവാണ് ക്രെഡിറ്റിനെ കൺട്രോൾ? ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്ത് വരണം, ലോൺ എന്ന് വരണം അല്ലേ, അല്ലെങ്കിൽ കടം എന്ന് വരണം. ഈ കടത്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്കിൽ നിന്ന് നമ്മൾ കടമായിട്ട് വാങ്ങുന്ന പൈസ ചിലവാക്കുന്നു, അടുത്ത മാസം ആദ്യം ബാങ്കിന് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ സംഭവം. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ലോൺ ക്രെഡിറ്റ് എങ്ങനെയാണ് ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്നത്? രണ്ട് തന്നെ രീതികളാണുള്ളത്. ഒന്നാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് മെഷറും രണ്ടാമത്തേത് ക്വാളിറ്റേറ്റീവ് മെഷറും. നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ അളവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ ചിലവാക്കാൻ കാശ് ഉണ്ടെങ്കിലല്ലേ ചിലവാക്കുള്ളൂ. അപ്പോൾ കാശിൻ്റെ അളവ്, ക്വാണ്ടിറ്റി, അതിനെ കൺട്രോൾ ചെയ്യും. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്, ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോണ് എന്ത് മാനദണ്ഡത്തിലാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെഷർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യം വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ മതി, ബാക്കി മൂന്നെണ്ണം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ക്വാണ്ടിറ്റി, പൈസയുടെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ബാങ്ക് റേറ്റുകളിൽ ചേഞ്ച് വരുത്തുന്നു. രണ്ട്, റിസർവ് റേറ്റിൽ ചേഞ്ച് വരുത്തുന്നു. മൂന്ന്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഒന്നുകൂടി പറഞ്ഞേ, ബാങ്ക് റേറ്റ് ചേഞ്ച് വരുത്തുന്നു, റിസർവ് റേറ്റ് ചേഞ്ച് വരുത്തുന്നു, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ. ഇനി ക്വാളിറ്റിയെ മാറ്റുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് മാർജിൻ റിക്വയർമെൻറ്റും അതുപോലെ മോറൽ സ്വേഷനും വഴിയാണ്. ഇത് രണ്ടും നമുക്ക് വലിയ വശമില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വ്യക്തമായിട്ട് നോക്കണം. അതിന് മുമ്പ് ഈ ബാക്കി പോയിന്റ് എന്താണെന്ന് പറഞ്ഞുതരാമല്ലോ. നോക്കടാ,
മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒരു ബാങ്ക് നമുക്ക് ചുമ്മാ ലോൺ വരത്തില്ല, നമ്മൾ പകരം എന്ത് കൊടുക്കണം? ഈട് കൊടുക്കണം. കൊളാറ്ററൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ സ്വർണ്ണം പണയം വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു കാര്യമാണ്, പവൻ എത്ര രൂപ വെച്ച് നമുക്ക് കിട്ടും? പവന് എത്ര രൂപ വെച്ച് കിട്ടും? അപ്പോൾ പവന്, ഒരു പവൻ സ്വർണ്ണത്തിന് എത്ര രൂപ ലോൺ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ബാങ്കാണ്. പക്ഷേ ബാങ്ക് ആ തീരുമാനം എടുക്കുന്ന ആരുടെ ചോദിച്ചിട്ടാണ്? RBI അടുത്ത് ചോദിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പൈസ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു പവൻ സ്വർണ്ണത്തിന് മാക്സിമം കുറവ് പൈസ ബാങ്ക് തരുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് എന്തായിരിക്കും? പണയം വെച്ച് കാശ് വാങ്ങാനുള്ള ടെൻഡൻസി കുറയും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മാർജിൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈടിന്മേൽ എത്ര രൂപ വെച്ച് നമുക്ക് തരും, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. അല്ലെങ്കിൽ വസ്തുവിൻ്റെ പുറത്ത് ലോൺ തരാമോ, അല്ലെങ്കിൽ വണ്ടി ലോൺ വയ്ക്കാമോ, അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് മാർജിൻ എന്താണ് റിക്വയർമെൻറ്റ് എന്ന് പറയാം. ഞാൻ നോട്ടിൽ വിശദമായിട്ടുണ്ട്. ഞാൻ നോട്ട് പറയുമ്പോൾ അതിൻ്റെ പോയിന്റ് കൂടി പറഞ്ഞാൽ ഇപ്പം മനസ്സിലാക്കിയാൽ മതി. മോറൽ സുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കീത് കൊടുക്കുക. അതായത് ബാങ്ക് പലപ്പോഴും RBI ഒക്കെ പറയുന്ന കൃത്യം കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിനൊക്കെ എന്ത് ചെയ്യും? കുറേ ലോണൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് പിടിച്ച് എന്ത് ചെയ്യും? RBI ബാങ്കിനെ വിളിച്ച് എന്ത് ചെയ്യും? വരട്ടും. അതായത് നീ ഇമ്മാതിരി പരിപാടി കാണിച്ചാൽ നിൻ്റെ ബാങ്കിങ് ലൈസൻസും കട്ട് ചെയ്ത് നിന്നെ വീട്ടിൽ ഇരുത്തും എന്ന് പറയും. അതായത് ചിലപ്പോൾ വലിയ ആൾക്കാർക്കായിക്കോട്ടെ, ബാങ്കിന് എപ്പോഴും ഇഷ്ടം എന്താടാ? ലോണ് കൊടുക്കുക, പലിശ വാങ്ങുക, ലോണ് കൊടുക്കുക, പലിശ വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും പലിശ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കായാലും ശരി, ബാങ്കിനായാലും ശരി, ആർക്കായാലും ശരി. അപ്പോൾ പലിശ കിട്ടുന്ന കാര്യം ചെയ്യാൻ ബാങ്ക് എന്ത് പരിപാടി വേണമെങ്കിലും കാര്യം. അപ്പോൾ ചിലപ്പോൾ അതിന് വിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ വിളിച്ച് താക്കീത് ചെയ്യുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ട് നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാതെ പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് അറിഞ്ഞിരുന്നാൽ അതായത് മാർജിനൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ മാർജിൻ, ഒരു സാധനത്തിന് എത്ര രൂപ വെച്ച് നമുക്ക് ലോൺ കൊടുക്കാം എന്ന് ഓർത്ത് വയ്ക്കുക. മോറൽ സുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ താക്കീത് കൊടുക്കുകയായിട്ടും ആലോചിച്ച് വയ്ക്കുക. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ സർക്കാരിൻ്റെ ബോണ്ടുകളും കാര്യങ്ങളും ചിലപ്പോൾ RBI വാങ്ങാറുണ്ട്, ചിലപ്പോൾ RBI എന്ത് ചെയ്യാറുണ്ട്? വിൽക്കാറുണ്ട്. അതായത് സർക്കാരിൻ്റെ കയ്യിൽ കാശ് ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ സർക്കാരിന് ചിലവാക്കാനുള്ള കാശ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. തൽക്കാലം ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് പോകാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ബാങ്കുകൾ എത്ര രൂപ അല്ലെങ്കിൽ എത്ര കാശ് പലിശയ്ക്ക് അല്ലെങ്കിൽ ലോണിന് കൊടുക്കും എന്നുള്ളതിനെ, കൊടുക്കുന്ന കടത്തിനാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇത് എത്ര കൊടുക്കണമെന്നുള്ളത് RBI കൺട്രോൾ ചെയ്യും. അതിനാണ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതിന് എത്രയായിട്ട് തിരിക്കാം? രണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് മെഷറും ക്വാളിറ്റേറ്റീവ് മെഷറും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എത്ര രൂപ എന്തിനൊക്കെ കൊടുക്കും എന്നുള്ള കാര്യത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവിൽ 3 എണ്ണം. ഒന്ന് ബാങ്ക് റേറ്റ് കൺട്രോൾ ചെയ്യും, റിസർവ് റേറ്റ് കൺട്രോൾ ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ബാങ്ക് റേറ്റും റിസർവ് റേറ്റും പറഞ്ഞുതരാം. ഓപ്പൺ മാർക്കറ്റ് എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ബോണ്ടുകൾ വാങ്ങുന്നു, വിൽക്കുന്നു എന്ന് ആലോചിക്കുക. അതായത് സർക്കാരിന് എത്ര രൂപ ചിലവാക്കാൻ പറ്റും, ചിലവാക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൺട്രോൾ ചെയ്യുന്നത്. മാർജിൻ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന ഈടിന്മേൽ എത്ര രൂപ വെച്ച് നമുക്ക് കടം തരും എന്നുള്ള കാര്യം കൺട്രോൾ ചെയ്യുക. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാനുള്ള ടെൻഡൻസിയും കുറയും. മോറൽ സുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിട്ട് ബാങ്ക് എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ ബാങ്കിനെ വിളിച്ച് താക്കീത് ചെയ്യും, ഈ പരിപാടി ചെയ്യരുതെന്ന് പറയും. ഇതൊക്കെ ആണല്ലോ. നമുക്കിനി മെയിനിലോട്ട് പോകാമല്ലോ, കാര്യത്തിലോട്ട് പോകാമല്ലോ. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇതിലോട്ട് തിരിച്ചെത്തുക. എടാ, ഇവിടെ ഞാൻ പറഞ്ഞു ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ബാങ്ക് റേറ്റ് എന്ന് വെച്ചാൽ റിസർവ് ബാങ്കും സാധാ ബാങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പലിശ നിരക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. ബാങ്കും റിസർവ് ബാങ്കും, അവിടെ നമ്മളല്ല, ബാങ്കും റിസർവ് ബാങ്കും തമ്മിൽ ബാങ്കുകളുടെ പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് നമുക്ക് തരുന്നതല്ല. അപ്പോൾ ഇതിന് 2 എണ്ണമാണുള്ളത്. ഒന്ന് റെപ്പോ റേറ്റ്, ഒന്ന് REPO റെപ്പോ റേറ്റ്, മറ്റൊന്ന് റിവേഴ്സ് റെപ്പോ റേറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ബാങ്ക് റേറ്റ്? 2 എണ്ണം. റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റുമാണ് 2 ബാങ്ക് റേറ്റ്. ഞാൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത് ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ലോണിന് പകരം പലിശ കൊടുക്കണമല്ലോ. അങ്ങനെ ബാങ്ക് റീപേ ചെയ്യാനായിട്ട് ബാങ്ക് RBIക്ക് റീപേ ചെയ്യുന്ന പലിശ നിരക്കിനെയാണ് റെപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റീപേ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ബാങ്കുകൾ റിസർവ് ബാങ്കിന് അങ്ങോട്ട് റീപേ ചെയ്യേണ്ട, എപ്പോഴാണ് റീപേ ചെയ്യേണ്ട? ലോൺ എടുക്കുമ്പോഴാണ് റീപേ ചെയ്യേണ്ടത്. ലോൺ എടുക്കുമ്പോൾ റീപേ ചെയ്യേണ്ട റേറ്റാണ് എന്ത്? റെപ്പോ റേറ്റ്. അടുത്ത് തിരിച്ച് ബാങ്ക് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് മേൽ RBI കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഒരെണ്ണം പഠിച്ചാൽ മറ്റേ നമുക്കതൊന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും. റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്
ചാർജ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദ ലോൺ ടേക്കൺ ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫ്രം RBI. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇതാണ് സാധാരണ പറയുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ലോണിന്മേൽ കൊടുക്കേണ്ട പലിശ, റീപേ ചെയ്യേണ്ട പലിശ റെപ്പോ റേറ്റ്, റീപേ ചെയ്യേണ്ട പലിശ റെപ്പോ റേറ്റ്, റീപേ ചെയ്യേണ്ട പലിശ റെപ്പോ റേറ്റ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് എന്താണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദ ഡെപ്പോസിറ്റ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊടുത്ത ഡെപ്പോസിറ്റിന്മേൽ കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഒറ്റ പോയിന്റ് ഓർത്ത് വെച്ചേ, പലിശ നമുക്ക് കൊടുക്കാനാണോ ഇഷ്ടം, വാങ്ങാനാണോ ഇഷ്ടം? നമുക്ക് എല്ലാവർക്കും പലിശ വാങ്ങാനാണ് ഇഷ്ടം, പലിശ കൊടുക്കാൻ ഇഷ്ടമില്ല. പലിശ വാങ്ങാനാണ് ഇഷ്ടം, പലിശ കൊടുക്കാൻ ഇഷ്ടമില്ല. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തിപ്പോൾ ഒരു രാജ്യത്തിപ്പോൾ എന്ത് നടക്കുകയാണ്? ഇൻഫ്ലേഷൻ നടക്കുകയാണ്. ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ജോലി എന്താണ്? ആൾക്കാരുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ആൾക്കാരുടെ കയ്യിലുള്ള പൈസ കുറയ്ക്കണം. അപ്പം എന്ത് ചെയ്യണം? ആൾക്കാർ പൈസ കൂടുതൽ എന്ത് ചെയ്യരുത്? ചിലവാക്കരുത്. ഓക്കെ, ചിലവാക്കാൻ പാടില്ല. എന്നുവെച്ചാൽ നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നീ അത് എന്ത് ചെയ്യണം? ഒരു സാധനം വാങ്ങരുത്, നീ എന്ത് ചെയ്യണം? കൊണ്ടുപോയി പൈസ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കണം. കാരണം ഒറ്റ ചോദ്യം, പൈസ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ് യൂസ് ചെയ്യുന്നത്. ഇതിനാണല്ലോ പൈസ യൂസ് ചെയ്യുന്നത്. ഉൽപ്പാദനം നടത്താനായിട്ട്, അത് വാങ്ങി ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ പൈസ ചിലവാക്കുന്നത്. അത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പൈസ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പൈസ മൊത്തം സേവ് ചെയ്യണം. പൈസ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. ഇതിനാണ്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാർക്കറ്റിൽ പൈസ ഇറങ്ങുന്നില്ല. അതായത് നമുക്ക് ആർക്ക് സാധനം വാങ്ങണ്ട. അപ്പോൾ എന്ത് പറ്റും? എനിക്കിപ്പോൾ നേരത്തെ പറയില്ല, 10 പേർക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ സാധനത്തിൻ്റെ വില കൂടി. ഇപ്പോൾ ഒരുത്തിനും ആ സാധനം വേണ്ട, അല്ലെങ്കിൽ എല്ലാവരും പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വില എന്ത് ചെയ്യും? കുറയും. പണപ്പെരുപ്പം എന്ത് ചെയ്യും? താഴെ വരും. ഇതാണ് പരിപാടി. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, RBI നമ്മളിപ്പോൾ പഠിച്ച 2 സാധനം ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റുകൾ. ഇത് രണ്ടിനെ എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ ബാങ്ക് റേറ്റിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബാങ്ക് റേറ്റിനെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ ആരെയൊക്കെ ഇൻക്രീസ് ചെയ്യും? റെപ്പോ റേറ്റും കൂട്ടും. അതുപോലെ എന്ത് കൂട്ടും? റിവേഴ്സ് റെപ്പോ റേറ്റും കൂട്ടും. എന്ന് വെച്ചാൽ RBIക്ക് കിട്ടേണ്ട പലിശയും കൂട്ടും, RBI കൊടുക്കേണ്ട പലിശയും കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് RBIക്ക് എന്താ വട്ടമുണ്ടോ? വട്ടമൊന്നുമില്ല. കാര്യത്തിലോട്ട് വരാം. നോക്കിക്കോ. അപ്പോൾ 3 ബാങ്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്, പിന്നെ ഒന്ന് നമ്മൾ പബ്ലിക്. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ പിടിയിട്ടതില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട കോമൺ കാര്യം എന്താണ്? പലിശ, അല്ലേ? പലിശ. നമുക്ക് എന്തിനാ ഇഷ്ടം? വാങ്ങാൻ. നമുക്ക് പലിശ വാങ്ങാനാണ് ഇഷ്ടം. എന്ത് ഇഷ്ടമല്ല? പലിശ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമല്ല, വാങ്ങാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കി, റെപ്പോ റേറ്റ് കൂട്ടി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബാങ്ക് RBIക്ക് കൊടുക്കേണ്ട പലിശ, ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന പലിശയാണ്, പലിശ കൂടുതലാണ്. അപ്പോൾ പലിശ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണോ? ഇല്ല. അപ്പോൾ ബാങ്കുകൾ എന്ത് കുറയ്ക്കും? ലോൺ വാങ്ങുന്നത് കുറയ്ക്കും. ഓക്കെ, എടാ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട പലിശയാണ് റെപ്പോ റേറ്റ്. അങ്ങോട്ട് കൊടുക്കേണ്ട പലിശയാണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതിപ്പം RBI കൂട്ടി എന്ന് വെച്ചാൽ 5% കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ എത്ര കൊടുക്കണം? 10 കൊടുക്കണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കൂടുതൽ പലിശ ആര് കൊടുക്കണം? ബാങ്ക് RBIക്ക് കൊടുക്കണം. പക്ഷെ നമുക്ക് പലിശ കൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ബാങ്ക് വിചാരിക്കും എന്താണ്? ലോണൊന്നും അധികം വാങ്ങണ്ട. ശ്രദ്ധിച്ച് കേൾക്കണേ, ലോൺ വാങ്ങണ്ട എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസയുടെ അളവ് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസയുടെ അളവ് കുറയുകയാണ്. അടുത്ത് റിവേഴ്സ് റെപ്പോ റേറ്റ് കൂട്ടി. അതായത് ബാങ്കിന് RBI കൊടുക്കുന്ന പലിശ, ഓക്കെ, ബാങ്കിന് RBI കൊടുക്കുന്ന പലിശ കൂടി. പലിശ നമുക്ക് വാങ്ങാൻ ഇഷ്ടമാണ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റുകൾ കൂട്ടും, അല്ലേ? കയ്യിലുള്ള എല്ലാ കാശും, അല്ലേ? ലോൺ വാങ്ങി കയ്യിലുള്ള കാശ് ബാങ്ക് എന്ത് ചെയ്യും? പബ്ലിക്കിന് കൊടുക്കും. അതിനൊന്നും നിൽക്കൂല. കയ്യിലുള്ള കാശ് മൊത്തം ബാങ്ക് എന്ത് ചെയ്യും? RBIക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആ പലിശ വാങ്ങിയിരിക്കാമെന്ന് വിചാരിക്കും. ഇനി ഇതേ കാര്യം തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഇപ്പോൾ കുറവാണ്. ബാങ്കിന് ഇപ്പോൾ ലോൺ കൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ബാങ്കും എന്ത് ചെയ്യും? നമ്മളുടെ ലോണിൻ്റെ റേറ്റ് കൂട്ടും. ഓക്കെ,
അപ്പോൾ പബ്ലിക്ക് ബാങ്കിന് കൊടുക്കേണ്ട പലിശയുടെ റേറ്റ് കൂടും. കാരണം ബാങ്കിന് ഇപ്പോൾ കടം കൊടുക്കാൻ താല്പര്യം, എന്നിട്ട് ബാങ്കിന് RBI കൊണ്ടിടാനാണ് ഇഷ്ടം. അങ്ങനെ മനസ്സിലാക്കി വെക്കുക, അത് മനസ്സിലാക്കാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ലോണിൻ്റെ പലിശ കൂടും. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുമോ? ഇല്ല. കാരണം നമുക്ക് പലിശ കൊടുക്കാൻ ഇഷ്ടമൊന്നുമല്ല, അല്ലേ? നമുക്ക് പലിശ കൊടുക്കാൻ ഇഷ്ടമാണോ? ഇല്ല. മാത്രമല്ല ബാങ്ക് പബ്ലിക്കിന് കൊടുക്കുന്ന പലിശയുടെ അളവ് എന്ത് ചെയ്യും? കൂടും. ബാങ്ക് പബ്ലിക്കിന് കൊടുക്കുന്ന പലിശയുടെ അളവ് കൂടും. അതായത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാനേ നോക്കുകയുള്ളൂ? ഡെപ്പോസിറ്റ് ചെയ്യാനേ നോക്കുകയുള്ളൂ. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ട്. ഞാൻ കാറ് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന കാശ്. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം രൂപ ഉണ്ട്. 2 ലക്ഷം രൂപ ബാങ്കിൻ്റെ കൂടെ എടുത്തിട്ട് ഞാൻ കാറ് വാങ്ങാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ കാർ ലോണിൻ്റെ പലിശ റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. കഴിഞ്ഞ മാസം നോക്കിയപ്പോഴത്തേക്ക് 7 ആയിരുന്നു, ഇപ്പോൾ 9%. അപ്പോൾ ഞാൻ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും? ഈ കൂടിയ പലിശയ്ക്ക് പോയി ഞാൻ ലോൺ എടുക്കണോ? വേണ്ട. മാത്രമല്ല ബാങ്കുകൾ എനിക്കുള്ള ഡെപ്പോസിറ്റും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് തന്നുകൊണ്ടിരുന്ന 5%. ബാങ്ക് ഇപ്പോൾ അത് 7% കൂട്ടി. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും? ഞാൻ ഇപ്പം കാറ് വാങ്ങണ്ട, എന്ത് ചെയ്യാം? എൻ്റെ ഉള്ള 3 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്ക് ഇടാം. എൻ്റെ കയ്യിലുള്ള 3 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്ക് ഇടാം. അപ്പോൾ ബാങ്ക് എനിക്ക് കൂടുതൽ പലിശ തരും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കൂടി. മാത്രമല്ല ഞാനിപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും? പലിശ കൊടുക്കേണ്ടി വരും. അതെനിക്കിഷ്ടമല്ല, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു വർഷം കഴിഞ്ഞിട്ട് വാങ്ങാം. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയായി. 3 ലക്ഷം രൂപയുടെ കൂടിയ പലിശ എനിക്ക് എന്ത് ചെയ്യും? ഒരു കൊല്ലത്തേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അതല്ലേ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ലോൺ വാങ്ങുമോ? ഇല്ല. അപ്പം ഞാൻ കാറ് വാങ്ങുമോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് കുറഞ്ഞു? എൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞു. ഇത് എന്നെ പോലെ ഓരോരുത്തരും എഫക്റ്റ് ആകുമല്ലോ. അപ്പം മൊത്തത്തിൽ ആൾക്കാരുടെ സാധനം വാങ്ങാനുള്ള ടെൻഡൻസി കുറയും. അങ്ങനെ നാട്ടിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കാശിൻ്റെ അളവ് കുറയും. പൈസ മൊത്തം ഡെപ്പോസിറ്റായിട്ട് മാത്രം ഇരിക്കും. കാരണം ബാങ്ക് പൈസ കൂട്ടി വെച്ചതുകൊണ്ട് എക്കോണമിക്ക് വലിയ ഗുണമൊന്നുമില്ല. അതായത് ഉൽപ്പാദനം നടക്കുമോ? ഇല്ല. ലോണൊക്കെ വാങ്ങിച്ച് ആൾക്കാർ ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമോ? ഇല്ല. ഉള്ള കാശ് വാങ്ങിച്ച് ചുമ്മാ ഇരിക്കുക, പലിശ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് സാധനങ്ങളുടെ വിലയൊക്കെ പഴയ ലെവലെത്തും. അപ്പോൾ ബാങ്ക് RBI തിരിച്ച് എന്ത് ചെയ്യും? ഇപ്പം കൂട്ടിയ ഈ റേറ്റ് എല്ലാം കുറയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് RBI നമ്മുടെ എക്കോണമിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നോക്കിയോ, how inflation is controlled by changing bank rate and by changing reverse ratio. ഈ റിസർവ് റേഷ്യോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാൻ ബാങ്ക് റേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നോക്കിയോ, 2 പ്രധാനപ്പെട്ട ബാങ്ക് റേറ്റ് ആണ് റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും. നിങ്ങൾക്കറിയാം. വെൻ RBI increases these rate, റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും കൂട്ടുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ ചേഞ്ചസ് ദ റേറ്റ്. ബാങ്കുകൾ അവരെ പലിശ എന്ത് ചെയ്യും? കൂട്ടും. സോ വെൻ ദ റേറ്റ് ആർ ഇൻക്രീസ്ഡ്, മണി അവൈലബിൾ വിത്ത് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോർ ലെൻഡിങ് ഫോൾസ്, അല്ലേ? ബാങ്കിൻ്റെ കയ്യിലുള്ള പൈസ കുറയുന്നു. അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ടേക്ക് ലെസ് ലോൺ ഫ്രം ദ RBI. കുറച്ച് ലോണുകളെ RBI എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കത്തുള്ളൂ. അതിന് ഡെപ്പോസിറ്റ് മോർ ഇൻ RBI. കൂടുതൽ പലിശ കിട്ടുന്നതുകൊണ്ട് ഡെപ്പോസിറ്റിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂട്ടും. ഇൻ ദ സെയിം വേ, ഇതുപോലെ തന്നെ നോക്കിയത് ലോൺ ടേക്കൺ ബൈ ദ പബ്ലിക് വിൽ ഓൾസോ ബി ലെസ്, അല്ലേ? ജനങ്ങൾ എടുക്കുന്ന ലോണിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. കാരണം കൂടുതൽ പലിശയാണ്. സോ ദ മണി അവൈലബിൾ ഇൻ ദ എക്കോണമി വുഡ് ബി ലെസ്, അല്ലേ? അങ്ങനെ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷനിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള കാശിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. സോ when the rate are high, people will prefer to save more money than spending, അല്ലേ? പലിശ കൂടുതലായതുകൊണ്ട് ആൾക്കാർ കൂടുതൽ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. എന്ത് ചെയ്യാൻ ശ്രമിക്കത്തില്ല? സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല, അല്ലേ? ബിക്കോസ് ദ റിവാർഡ് ഫോർ നോട്ട് കൺസ്യൂമിങ് ഈസ് ഗ്രേറ്റ്, അല്ലേ? ഇപ്പം ഞാൻ പൈസ ചിലവാക്കാതിരുന്നാൽ എനിക്ക് 1 വർഷം കഴിയുമ്പോൾ കൂടിയ പലിശയെ എനിക്ക് കിട്ടും. സോ ദ മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഫ്ലോ ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്, അല്ലേ? ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കാശ് കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് പോകും. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? റിസർവ് ബാങ്കിലോട്ട് പോകും. അങ്ങനെ ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ എക്കോണമി ഡിക്രീസസ്. എക്കോണമിയിൽ ചിലവാക്കാനുള്ള പൈസയുടെ അളവ് കുറയുന്നു. അങ്ങനെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ആകും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് റേറ്റ് കൺട്രോൾ ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് റിസർവ് റേഷ്യോ. നോക്കടാ, CRR എന്ന് പറയുന്നതാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. RBI എപ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്യും? ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമുക്കറിയാലോ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വസിച്ച് പൈസ ഇടുന്നത്? കാരണം ആ ബാങ്ക് പൊളിഞ്ഞാൽ നമ്മുടെ കാശ് ആര് തരും? റിസർവ് ബാങ്ക് തരും. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്കിന് തലയെഴുത്തൊന്നുമില്ലല്ലോ ചുമ്മാ പൈസ തരാനായിട്ട്. അപ്പോൾ ഏതൊരു ബാങ്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന കാശ്, അതായത് ഇപ്പോൾ ആ ബാങ്ക് എന്ന് പറയുന്നത് ഒരു 50 കോടിക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇത്ര ശതമാനം RBIക്ക് കൊടുക്കണം. കണക്കിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഒരു ബാങ്കിന് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഒരു ബാങ്കിന് 1 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനാണ് ഉള്ളത്. RBI പറയാണ് അതിൽ 25% എന്ന് പറയുന്നത് നിങ്ങൾ ക്യാഷ് റിസർവ് റേഷ്യോ ആക്കണം. എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്നും 25,000 രൂപ എന്ത് ചെയ്യണം? RBIയിൽ കെട്ടിവെക്കണം. ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വെച്ചാൽ സാധാ ബാങ്ക് റിസർവ് ബാങ്കിൽ കെട്ടിവെക്കേണ്ട കാശാണ്. ഇത് കെട്ടിവെച്ചാലേ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുള്ളൂ.
25,000. അപ്പോൾ ഈ ബാങ്കിന് ഇപ്പോൾ എത്ര രൂപയാണ് കയ്യിലുള്ളത്? 75,000 രൂപയാണ് കയ്യിലുള്ളത്. ഈ 75,000 രൂപയിൽ നിന്ന് ബാങ്കിന് ലോൺ കൊടുക്കാം, പലിശ വാങ്ങാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ ഈ ബാങ്ക് ഇങ്ങനെ 75,000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെല്ലാം വന്ന് ഒരുപാട് ലോൺ എടുക്കുന്നു എന്ന് സപ്പോസ് അസ്യൂം ചെയ്യാം. എങ്കിൽ നമ്മുടെ എന്ത് പറയും, RBI പറയും, എന്നാൽ നീ ഒരു കാര്യം ചെയ്ത്, നിൻ്റെ കയ്യിൽ കൂടുതൽ കാശുള്ളതുകൊണ്ടല്ലേ, കൂടുതൽ കാശുള്ളത് കൊണ്ടല്ലേ നീ കൂടുതൽ ലോൺ കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ, ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ബാങ്കുകൾ അമിതമായി ലോൺ കൊടുക്കുന്നതാണ് ഇൻഫ്ലേഷൻ്റെ കാരണം. അപ്പോൾ അധികം ലോൺ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ 75,000 വെച്ചിട്ട് ബാങ്ക് ഇപ്പോൾ ഒരുപാട് ലോൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. എങ്കിൽ നമ്മുടെ RBI പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീയൊക്കെ ഒരു 30% എന്താ CRR താ. അപ്പോൾ 25,000 തന്നുകൊണ്ടിരുന്ന ബാങ്ക് എത്ര എടുക്കേണ്ടി വരും? 30,000 രൂപയുടെ കെട്ടിവെക്കേണ്ടി വരും. സോ ബാങ്കിൻ്റെ കയ്യിൽ ബാക്കി എത്രയേ ഉള്ളൂ? 70,000 രൂപയേ ഉള്ളൂ. 5,000 രൂപയുടെ കുറവ് വന്നു. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യും? അതനുസരിച്ച് കുറയും. അങ്ങനെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഒന്നും കൂടെ, എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിലേക്ക് കെട്ടിവെക്കേണ്ട തുകയാണ് ക്യാഷ് റിസർവ് റേഷ്യോയിൽ പറയുന്ന CRR എന്ന് പറയുന്ന ക്യാഷ് റിസർവ് റേഷ്യോ. കെട്ടിവെക്കേണ്ട തുക, ഓക്കെ, കെട്ടിവെക്കണം, ഓക്കെ. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിലുള്ള തുക 1 ലക്ഷമാണെന്നിരിക്കെ ഇതിൽ നിന്നും ഇത്ര ശതമാനം, ഫോർ എക്സാമ്പിൾ 25% ആണെങ്കിൽ 25,000 രൂപ RBIയിൽ കൊടുത്തിട്ട് ബാക്കി 75,000 രൂപയെ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അളവ് കൂടുതലായി തോന്നിയാൽ കൂട്ടും, ഇനി കുറവാണെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? കുറയ്ക്കുകയും ചെയ്യും. 25 എന്ന് പറയുന്ന 25% എത്രയായിട്ട് കൂട്ടിയെന്ന് വിചാരിക്കുക, 30% ആക്കി. എന്നാൽ 30,000 രൂപ ഇവിടെ കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബാങ്കുകൾക്ക് എത്ര? 70,000 രൂപയെ ചിലവാക്കാനുള്ളൂ. അപ്പോൾ 70,000 രൂപ ചിലവാക്കാനുള്ളൂ എങ്കിൽ അത്ര കുറച്ച് ലോണേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്ര കുറച്ച് കാശേ ആൾക്കാരുടെ കയ്യിൽ എത്തുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? CRR എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി ദ ബാങ്ക് മസ്റ്റ് കീപ്പ് അസ് റിസർവ് വിത്ത് ദ റിസർവ് ബാങ്ക് ഔട്ട് ഓഫ് ദ മണി ദേ ഹാവ് റിസീവ്ഡ് എസ് ഡെപ്പോസിറ്റ്. അല്ലേ, അവർക്ക് ഡെപ്പോസിറ്റായി കിട്ടിയ തുകയിൽ നിന്നും അവർ RBI കെട്ടിവെക്കേണ്ട തുകയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. വെൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ ഡിക്രീസസ് എന്ന് വെച്ചാൽ ക്യാഷ് റിസർവ് റേഷ്യോ 25% എന്ന് വിചാരിക്കുക. ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ വിത്ത് ദ ബാങ്ക് ടു ലെൻഡ് ഡിക്രീസസ്, അല്ലേ, ഇൻക്രീസസ് എന്ന് വെച്ചാൽ എന്താ? ക്രെഡിറ്റ് കൂടും. എന്ന് വെച്ചാൽ ഇപ്പോൾ CRR റേഷ്യോ ഇപ്പോൾ 30%, നേരത്തെ 25,000. അപ്പോൾ CRR റേഷ്യോ കുറച്ചു. CRR റേഷ്യോ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു, അല്ലേ. റേഷ്യോ ഡിക്രീസ് ചെയ്താൽ ബാങ്കിൻ്റെ കയ്യിൽ ചിലവാക്കാനുള്ള കാശിൻ്റെ അളവ് കൂടും. അപ്പോൾ ബാങ്ക് കൂടുതൽ ലോൺ കൊടുക്കും. ഇനി ദ ഇൻക്രീസ് ഓഫ് ദ മണി അവൈലബിൾ വിത്ത് ദ പീപ്പിൾ ഓൾസോ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ജനങ്ങളുടെ കയ്യിലുള്ള പൈസയും കൂടും. സോ വെൻ ദ റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ്, അതായത് CRR ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടി 30% ആക്കിയാൽ എന്ത് പറ്റും? ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ വിത്ത് ദ ബാങ്ക് ഡിക്രീസസ്, ബാങ്കിൻ്റെ കയ്യിലുള്ള കാശിൻ്റെ അളവ് കുറയും. അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ലോൺ കൊടുക്കുന്നതും കുറയും, ജനങ്ങളുടെ കയ്യിലുള്ള കാശും കുറയും. അങ്ങനെ ജനങ്ങളുടെ കയ്യിലെ കാശ് കുറയുമ്പോൾ എന്ത് പറ്റും? ഇൻഫ്ലേഷനും കൺട്രോൾ ആവും. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. RBIയുടെ തന്നെ 2 പ്രധാനപ്പെട്ട ജോലികളും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താമല്ലോ. ഒന്ന്, ആക്ടേഴ്സ് ഗവൺമെൻറ്റ്സ് ബാങ്ക്. നമ്മൾ അതും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, അല്ലേ. ആക്ടേഴ്സ് ഗവൺമെൻറ്റ്സ് ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നോട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ? എന്തൊക്കെയാണ്? RBI ഓക്കെ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലെൻഡിങ് ആണ് എന്തിന് കാരണം? ഇൻഫ്ലേഷന് കാരണം. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ബാങ്കുകളുടെ ലെൻഡിങ് കുറയ്ക്കാനായിട്ട് 2 തരം മെത്തേഡാണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്, റിസർവ് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ് മാർജിനൽ റിക്വയർമെൻറ്റും മോറൽ സ്വേഷനും. ഞാൻ അവിടെ ഈ പറഞ്ഞ പോയിന്റുകളുടെ മീനിങ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ പൈസയുടെ അളവിനെ കൺട്രോൾ ചെയ്യുന്നു. ബാങ്ക് റേറ്റും റിസർവ് റേറ്റും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് മെഷറുകൾക്കകത്ത് വരുന്ന മാർജിനൽ റിക്വയർമെൻറ്റും അതുപോലെ മോറൽ സ്വേഷൻ എന്താണെന്നും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു തന്നുകൊണ്ട് വീണ്ടും പറയാനായിട്ട് നിൽക്കുന്നില്ല. നോക്കടാ, ഹൗ ഇൻഫ്ലേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ദ ചേഞ്ചിങ് ബാങ്ക് റേറ്റ്. ഓക്കെ, എങ്ങനെയാണ് ചേഞ്ചിങ് ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും മാറ്റിയിട്ടാണ്. റെപ്പോ റേറ്റ് എന്താണെന്നും റിവേഴ്സ് റെപ്പോ റേറ്റ് എന്താണെന്നും അറിയാം. അങ്ങനെ അത് രണ്ടും കൂട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യവും ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ദ പെർസെൻറ്റേജ് ഓഫ് ദ ഡെപ്പോസിറ്റ് ദാറ്റ് ദ ബാങ്ക് മസ്റ്റ് കീപ്പ് വിത്ത് ദ RBI ആണ് CRR. അത് കുറച്ചാൽ എന്ത് പറ്റും, കൂട്ടിയാൽ എന്ത് പറ്റും എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, അല്ലേ. ആക്ടേഴ്സ് ഗവൺമെൻറ്റ്സ് ബാങ്ക്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക,
ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് സർവീസ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കകത്തും കാശും കാര്യമൊക്കെ വേണം. നമുക്കൊരു ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മിനിസ്ട്രി ഉണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് സർവീസസ്. ഇനി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തുന്നു, മറ്റ് രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ നോക്കുന്ന ആരാണ്? RBI ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുക, സാമ്പത്തികമായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യുക. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയിലും ആർക്കുണ്ട്? അഡ്വൈസ് കൊടുക്കേണ്ട ജോലി ആർക്കുണ്ട്? റിസർവ് ബാങ്കിനുണ്ട്. എന്താണ് ഫിസ്ക്കൽ പോളിസി? നിങ്ങൾ ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ പോളിസി എന്ന് മനസ്സിലാക്കുക. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫിനാൻഷ്യൽ പോളിസി. അതായത് സർക്കാർ ജനങ്ങൾക്ക് എത്ര രൂപ ടാക്സ് കൊടുക്കണം, അതുപോലെ സർക്കാർ എത്ര രൂപയാണ് വരാൻ പോകുന്ന വർഷങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ എഴുതി തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഈ ഫിസ്ക്കൽ പോളിസി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. നമ്മൾ ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞ വാർത്ത കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, അതായത് ഇപ്പോൾ GST, ഇപ്പോൾ നിലവിൽ GST ശതമാനം കുറച്ചു എന്നൊക്കെ നിങ്ങൾ വാർത്തയെ കണ്ടു കാണും അല്ലേ? നാളെ തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ എന്തിനാണ് GST കുറച്ചത്? അല്ലെങ്കിൽ GST കുറച്ചാൽ സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കാശ് കുറയുമോ, കൂടുമോ, അത് വേറെ വല്ലതും വന്നോ? ഇതൊക്കെ പറയുന്ന പോളിസിയുടെ പേര് ഫിസ്ക്കൽ പോളിസി. ഇത് ഫിനാൻസ് മിനിസ്റ്റർ പ്രിപ്പയർ ചെയ്യുമോ നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറേ സംശയം വരത്തില്ലേ? അത് ആരുടെ ചോദിക്കാം? റിസർവ് ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്യുക. സെറ്റ്. ഇനി തൊട്ട് മുമ്പ് നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് പറഞ്ഞു. അതിനാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി ഈസ് ദ പോളിസി റിഗാർഡിംഗ് ദ സപ്ലൈ ഓഫ് മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഫിസ്ക്കൽ പോളിസി പ്രിപ്പയർ ചെയ്യുന്നത് സർക്കാരാണെങ്കിൽ മോണിറ്ററി പോളിസി പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? അത് റിസർവ് ബാങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസിനെ മാനേജ് ചെയ്യുക, അതുപോലെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഉണ്ടാക്കുന്ന സമയത്ത് അഡ്വൈസ് കൊടുക്കുക. എന്താണ് ഫിസ്ക്കൽ പോളിസി? സർക്കാർ എത്ര രൂപ ടാക്സ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം, അതുപോലെ സർക്കാർ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പോളിസി ഫിസ്ക്കൽ പോളിസി. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. അഡ്വൈസ് കൊടുക്കലാണ് ആരുടെ ജോലി? RBIയുടെ ജോലി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പൈസയുടെ സപ്ലൈയും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിനെയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് കൂട്ടണോ, റെപ്പോ റേറ്റ് കൂട്ടണോ, റിവേഴ്സ് റെപ്പോ റേറ്റ് കൂട്ടണോ, എന്ത് കൂട്ടണോ ഒക്കെ തീരുമാനിക്കുന്നത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? RBI തന്നെയാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട് വരുന്നുവെങ്കിൽ മോണിറ്ററി പോളിസി നാട്ടിൽ പൈസയുടെ സർക്കുലേഷൻ എങ്ങനെ നടക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അടുത്ത ഫംഗ്ഷനാണ് എന്ത്? കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചസ്. നിങ്ങൾ വെൽത്ത് ആൻഡ് ദ വേൾഡ് പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചില്ലടാ, നമ്മൾ മെർക്കൻറ്റലിസം എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചല്ലോ. എന്താണ് സംഭവം? ഓരോ രാജ്യവും അന്നത്തെ കാലത്ത് വിചാരിച്ചത് എന്താണ്? അവർ എത്ര സ്വർണം സമ്പാദിച്ചു വയ്ക്കുന്നു അതാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും സ്വർണത്തിൻ്റെ രൂപത്തിലും ഫോറിൻ കറൻസിയുടെ രൂപത്തിലും ഒരു ഫോറിൻ എക്സ്ചേഞ്ച് എപ്പോഴും കീപ്പ് ചെയ്യും. ഈ ഫോറിൻ എക്സ്ചേഞ്ച് അനുസരിച്ചാണ് നമ്മുടെ രൂപയുടെ മൂല്യം എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഡോളറിലും സ്വർണത്തിലും നമ്മളതിൽ ഇത്രയും ആസ്തി ഉണ്ടെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് എന്തുണ്ടാവും? അത്രയും വില ഉണ്ടാവും എന്ന് ആലോചിച്ച് വയ്ക്കും. സോ ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓഫ് അവർ കൺട്രി ആർ ദ സം ടോട്ടൽ ഓഫ് ഫോറിൻ കറൻസി ആൻഡ് ഗോൾഡ് റിസർവ്. കണ്ടോ? സ്വർണം എത്ര നമ്മൾ സൂക്ഷിച്ചു വെച്ചു? നമ്മൾ RBI കുറേ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഉണ്ട്. അതുപോലെ ഫോറിൻ കറൻസി എന്ന് പറയുമ്പോൾ ഏറ്റവും വില കൂടിയ കുവൈറ്റ് ദിനാറിലല്ല, എല്ലാവർക്കും ആവശ്യമുള്ള ഡോളറിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈസ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, കുറച്ച് പെട്രോളിയത്തിൻ്റെ ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോ, ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു എമർജൻസി ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അവർ സ്വർണ്ണം വാങ്ങിച്ച് വയ്ക്കുമ്പോഴും ഒരു പറയുന്നൊരു വാക്കുണ്ട്, ഇത് സ്വർണ്ണം ആഭരണമാണെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയാണ്. ഭാവിയിൽ നമുക്കൊരു ആവശ്യം വന്നാൽ ഇതിനെ വിറ്റ് കാശാക്കും. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും പെട്ടെന്ന് ആവശ്യങ്ങൾ വരാം. ആ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളുടെ സഹായം വേണം. അപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പൈസയാണ് സ്വർണവും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പൈസ, ഫോർ എക്സാമ്പിൾ ഡോളർ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കുറേ എന്ത് ചെയ്യും? നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. ഓക്കെ, അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഇത് സൂക്ഷിച്ച് വയ്ക്കുന്ന ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കാണ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാമല്ലോ. ഇനി പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ്, അത് സിമ്പിളാണ്. നമ്മളെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു തരാം, നോക്കിയോ. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഫോറിൻ നോട്ട് അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ അളവുമാണ്. RBI ആണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ നല്ല കാശുള്ള കൂട്ടുകാരന് കടം കൊടുക്കാൻ നിങ്ങൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവത്തില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ കാശുണ്ടാവും, ഇപ്പോഴില്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമെന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മൾ കുറേ സ്വർണവും സാധനവും ഒക്കെ നമ്മൾ ഡോളറൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള രാജ്യമാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നോക്കാനായിട്ട് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും പരിപാടിയൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കുക, അതിലോട്ടൊന്നും പോകുന്നില്ല. അത്രയും ഓർത്ത് വയ്ക്കുക.
കാശ് നമ്മളതിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പൈസയ്ക്കും വിലയുണ്ട്, നമുക്കും വിലയുണ്ട്. അതില്ലേ നമുക്ക് വിലയില്ല. അപ്പോൾ ആ വില നിർത്താൻ വേണ്ടി നമ്മൾ പൈസ സൂക്ഷിച്ചു വയ്ക്കും RBIയുടെ അടുത്ത്. ഇനി പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ് അല്ലേ, നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആൾക്കാരുടെ ബാങ്കിങ് ട്രെൻഡ്സ് എങ്ങനെയാണ്, എല്ലാവരും കടം വാങ്ങുന്നവന്മാരാണോ, പൈസ കൊടുത്ത പൈസ അല്ലേ തിരിച്ചടയ്ക്കാത്തവരാണോ, അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ മോണിറ്ററി പോളിസി, കസ്റ്റമർ സർവേ, RBI ബുള്ളറ്റിൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഈ RBI ആണ്. അപ്പോൾ ഇതൊക്കെയാണ് RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് കഴിയുമ്പം RBIയുടെ പരിപാടി തീർന്നു. ഇനി നമ്മൾ ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.